ഹായ് ഓൾ. അപ്പൊ നമ്മൾ ഇത് നോക്കാനായിട്ട് പോകുന്നത് ചാപ്റ്റർ 16 ലോക്കൽ ഗവൺമെന്റ് ആണ്, അർബൻ ആൻഡ് റൂറൽ. എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മുടെ ഗ്രാമപ്രദേശത്തിലെ ഗവൺമെന്റിനെ പറ്റിയിട്ടും നഗരപ്രദേശത്തിലെ ഗവൺമെന്റിനെ പറ്റിയിട്ടും അവരുടെ ഭരണത്തെ പറ്റിയിട്ടും ഒക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നോക്കാനായിട്ട് പോകുന്നത്. ആദ്യം നമുക്ക് നഗരപ്രദേശത്തിലേക്ക് പോവാം. അപ്പോ നഗരപ്രദേശത്തിലെ ഗവൺമെന്റുകളെ പൊതുവായിട്ട് രണ്ടായി തരംതിരിക്കാം. ഒന്ന് വരുന്നത് മുനിസിപ്പാലിറ്റീസ്, രണ്ട് വരുന്നത് മുനിസിപ്പൽ കോർപ്പറേഷൻസ്. ഇവരാണ് നമ്മുടെ നഗരപ്രദേശത്തിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഗവൺമെന്റ് എന്ന് പറയുന്നത്. ഇവരുടെ ഡ്യൂട്ടികൾ എന്താന്ന് ചോദിച്ചാല് നഗരപ്രദേശങ്ങളിൽ എന്ത് ചെയ്യുക, പ്രാഥമികമായിട്ടുള്ള വിദ്യാഭ്യാസം പ്രൊവൈഡ് ചെയ്യുക, റോഡ് നിർമ്മിക്കുക, അത് മാത്രമല്ല എന്താ ശുചിത്വവും മാത്രമല്ല വേസ്റ്റ് മാനേജ്മെന്റ്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ നഗരപ്രദേശത്തിലെ ഗവൺമെന്റുകളുടെ പ്രധാനമായിട്ടുള്ള ഡ്യൂട്ടികൾ എന്ന് പറയുന്നത്. പിന്നെ വന്നത് ഈ 74ാമത്തെ ഒരു അമെന്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് ഭേദഗതികൾ, കുറച്ച് മാറ്റങ്ങൾ. അപ്പം 74ാമത്തെ അമെന്റ്മെന്റ് പ്രകാരം നഗരസഭകളിൽ വന്ന മാറ്റങ്ങൾ എന്താന്ന് ചോദിച്ചാല് നഗരസഭകളിൽ എസ് ടിക്കാർക്കും അവരുടെ ജനസംഖ്യക്ക് അടിസ്ഥാനമാക്കി എന്താണ് കുറച്ചും കൂടി സംവരണം കൊടുത്തു. അത് മാത്രമല്ല എന്താണ്, സ്ത്രീകളുടെ സംവരണം അന്ന് വരെ കുറവായിരുന്നു. പക്ഷേ ഈ ഒരു അമെന്റ്മെന്റ് ആക്ട് പ്രകാരം 1/3 എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തു, സ്ത്രീകളുടെ സംവരണം കുറച്ചും കൂടി ഉയർത്തി. മാത്രമല്ല ഇലക്ഷൻ കമ്മീഷൻസിനെയൊക്കെ എന്താണ് ഗ്രാമപ്രദേശങ്ങളിലും നഗരപ്രദേശങ്ങളിലും എന്ത് ചെയ്യാൻ തുടങ്ങി, നിയമിക്കാനായിട്ട് തുടങ്ങി. അത് മാത്രമല്ല നഗരപ്രദേശങ്ങളിലെ മൂന്നായിട്ട് തരംതിരിച്ചു. നഗരപ്രദേശത്ത് എന്ന് പറയുമ്പോൾ നഗരപ്രദേശം എന്ന് പറയുമ്പോൾ നഗരപഞ്ചായത്തുകൾ നോക്കും, ചെറിയ ചെറിയ പട്ടണങ്ങൾ നോക്കുന്നത് മുനിസിപ്പാലിറ്റികളായിരിക്കും, വലിയ നഗരങ്ങൾ നോക്കുന്നത് കോർപ്പറേഷൻസ് ആയിരിക്കും. അങ്ങനെ എന്ത് ചെയ്തു, പ്രധാനമായിട്ടും കുറച്ച് മാറ്റങ്ങൾ വന്നതാണ് 74ാമത്തെ അമെന്റ്മെന്റ് എന്ന് പറയുന്നത്. നമുക്കിനി നോക്കാം എന്താണ് ഒരു നഗര ഭരണകൂടം എന്ന് പറയുന്നത്. അപ്പം നഗര ഭരണകൂടം എന്ന് വെച്ച് കഴിഞ്ഞാല് നഗരപ്രദേശങ്ങളെ ആദ്യം വാർഡുകളായി തരംതിരിക്കും. ഈ വാർഡുകളിൽ എന്ത് ചെയ്യും, ഓരോ വാർഡുകളിലും ഇലക്ഷൻസ് വഴി അവിടെയുള്ള എന്താണ് പ്രധാനമായിട്ടും ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ ആളായിരിക്കും മുനിസിപ്പലിലെ കൗൺസിലർ എന്ന് പറയുന്നത്. ഈ കൗൺസിലിനെ ഒക്കെ നിയന്ത്രിക്കുന്നതൊക്കെ അവിടുത്തെ അധ്യക്ഷനായിരിക്കും. ഈ അധ്യക്ഷനെ നമ്മൾ എന്തെന്ന് പറയും, മുനിസിപ്പൽ ചെയർമാൻ എന്ന് പറയും. പിന്നെ അതേപോലെ തന്നെ എന്താണ്, ഓരോ മുനിസിപ്പാലിറ്റീസിന്റെയും ഹെഡ് തലവൻ എന്ന് പറയുന്നത് മേയർ ആയിരിക്കും. നമുക്ക് ഈ മേയറുമായി ബന്ധപ്പെട്ട ഒരു സിനിമയൊക്കെയാണ്, നമ്മുടെ ഏതാണ് നാടോടിമൻ എന്ന് പറയുന്ന സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും മേയറുടെ ഇലക്ഷനും കാര്യങ്ങളും. ഇനി അടുത്ത് നഗരപ്രദേശങ്ങളിൽ പ്രധാനമായിട്ടും വരുമാനങ്ങൾ കിട്ടുന്നത് എവിടെ നിന്നൊക്കെയാണ് ചോദിച്ചാൽ നിരവധി ടാക്സുകളിൽ നിന്നും, ഫീസുകളിൽ നിന്നും, ഫൈനുകളിൽ നിന്നും, അതേപോലെ തന്നെ കെട്ടിട നികുതിയിൽ നിന്നൊക്കെയാണ് എന്താണ് പ്രധാനമായിട്ടും നഗരപ്രദേശങ്ങളിലെ ആവശ്യങ്ങൾ സാധ്യമാക്കാനായിട്ടുള്ള പൈസകൾ നമുക്ക് നഗരപ്രദേശങ്ങളിലെ ഗവൺമെന്റിന് കിട്ടുന്നത്. പിന്നെ നമ്മൾ നോക്കിയത് എന്താണ് പഞ്ചായത്ത് രാജ് എന്നുള്ളത് നോക്കി. എന്താണ് പഞ്ചായത്ത് രാജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ത്രിതല പഞ്ചായത്താണ്. എന്ന് വെച്ചാൽ പഞ്ചായത്ത് രാജ് എന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ ആയിട്ടുള്ള പഞ്ചായത്തുകളുണ്ടല്ലോ, അതിനെയാണ് പഞ്ചായത്ത് രാജ് എന്ന് പറയുന്നത്. ഈ പഞ്ചായത്ത് രാജ് എവിടെയാണുള്ളതെന്ന് ചോദിച്ചാൽ ഗ്രാമീണ മേഖലയിലാണ്. അപ്പൊ ഗ്രാമീണ മേഖലയിൽ ആളുകളുടെ വികസനത്തിന് വേണ്ടിയിട്ട് പഞ്ചായത്തുകൾ വേണമെന്ന് പറഞ്ഞത് നമ്മുടെ ഗാന്ധിജിയാണ്. ഈ പഞ്ചായത്തിനെ നമ്മൾ മൂന്നായി തരംതിരിക്കും. അതുകൊണ്ടാണ് ത്രിതല പഞ്ചായത്ത് എന്ന് പറയുന്നത്. ഒന്നാമത് വരുന്ന ഗ്രാമപഞ്ചായത്ത്, രണ്ടാമത് വരുന്ന ബ്ലോക്ക് പഞ്ചായത്ത്, മൂന്നാമത് വരുന്നത് ജില്ലാ പഞ്ചായത്ത്. ഓക്കെ, ഇനി അടുത്ത് ഈ ഒരു പഞ്ചായത്തിനെ സപ്പോർട്ട് ചെയ്തത്, അല്ലെങ്കിൽ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ പഞ്ചായത്തുകൾ വേണമെന്ന് സപ്പോർട്ട് ചെയ്ത രണ്ട് കമ്മിറ്റീസ് ആണ്. ഒന്ന് സെൽവന്തറ മേത്ത കമ്മിറ്റി 1957, രണ്ടാമത് വരുന്നത് 1978 അശോക് മേത്ത കമ്മിറ്റി. ഈ രണ്ട് മേത്ത കമ്മിറ്റികളുടെ പ്രധാനമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഗ്രാമപ്രദേശങ്ങളിൽ ഇങ്ങനെയുള്ള പഞ്ചായത്ത് എന്ന് പറഞ്ഞ സംഭവം വന്നത്. പിന്നെ നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത് 73ാമത്തെ അമെന്റ്മെന്റിന്റെ പ്രത്യേകതകളെ പറ്റിയിട്ടാണ്. അപ്പം 73ാമത്തെ അമെന്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാമസഭകളിൽ നവീകരണവുമായി ബന്ധപ്പെട്ട് വന്ന അമെന്റ്മെന്റ് ആണ് 73ാമത്തെ അമെന്റ്മെന്റ് എന്ന് പറയുന്നത്. ഈ അമെന്റ്മെന്റിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഗ്രാമസഭകൾ, നമ്മുടെ നഗരപ്രദേശങ്ങളിൽ ഗ്രാമസഭകൾ രൂപീകരിക്കുക, ത്രിതല പഞ്ചായത്ത് എന്ന ഒരു കൺസെപ്റ്റിലേക്ക് കൊണ്ടുവരിക, ഗ്രാമപ്രദേശത്തിൽ പ്രധാനമായും മത്സരിക്കേണ്ട ആളുകളുടെ പ്രായം എന്ന് പറയുന്നത്, അതായത് ഗ്രാമപ്രദേശങ്ങളിൽ വരുന്ന പഞ്ചായത്ത് ഇലക്ഷൻ ഒക്കെ വരൂലേ, അപ്പൊ അതിലൊക്കെ മത്സരിക്കേണ്ട ആളുകളുടെ പ്രായം എന്ന് പറയുന്നത് 21 വയസ്സാക്കി മാറ്റുക, എസ് ടിക്കാർക്കും കൂടുതൽ സംവരണം കൊടുക്കുക, സ്ത്രീകൾക്കും കുറച്ചുകൂടി സംവരണം കൊടുക്കുക. അത് മാത്രമല്ല ഒരു പഞ്ചായത്തിലെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാക്കുക. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് 73ാമത്തെ അമെന്റ്മെന്റ് ആക്ട് പ്രകാരം വരുന്നത്. പിന്നെ നമ്മൾ നോക്കിയത് പഞ്ചായത്തിന്റെ രൂപീകരണമാണ്. പഞ്ചായത്തുകൾ എങ്ങനെയാണ് രൂപീകരിക്കുന്നതെന്ന് ചോദിച്ചാൽ ആദ്യം നമ്മൾ വാർഡുകളായിട്ട് തരംതിരിക്കും, എന്നിട്ട് മേയർമാരെ തെരഞ്ഞെടുക്കും, മേയർമാരല്ല മെമ്പർമാരെ തെരഞ്ഞെടുക്കും. ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ ആളായിരിക്കും എന്ത് ചെയ്യുന്നത്, പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ആ പാർട്ടി ആയിരിക്കും പഞ്ചായത്ത് ഭരിക്കുന്നത്. ഈ ചുമതലകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള ചുമതലകളാണ്. ഒന്ന് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്
എന്താ റോഡ് പൊതുവായിട്ടുള്ള ആളുകളൊക്കെ എന്താണ് കുറച്ച് ശുചീകരിക്കുക. അവർക്ക് വേണ്ട ആരോഗ്യ പരിപാലനവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു എന്താ ആളുകൾക്ക് ഇപ്പൊ ഒരു വീട്ടിൽ ഒരു കോഴി എന്നൊക്കെ പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ടല്ലോ. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കൊണ്ടുവരിക, തെരുവ് വിളക്കുകൾ സ്ഥാപിക്കുക, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് നമ്മൾ പഞ്ചായത്തുകളുടെ മെയിൻ ആയിട്ടുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ഇവർക്ക് ഇൻകം എവിടെ നിന്നാണ് കിട്ടുന്നത് അല്ലെങ്കിൽ വരുമാനം കിട്ടുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീടുകളുടെ നികുതി, കന്നുകാലികൾ വളർത്തുന്നതിന്, കൊമേഴ്ഷ്യൽ വിളകളുടെ ടാക്സ്, അതായത് വീട്ടുകാരെ കരം അടയ്ക്കും എന്ന് പറയില്ല ആ സംഭവം. കന്നുകാലികളുടെ നികുതി എന്ന് പറയുമ്പോൾ നമുക്കറിയാം കന്നുകാലികളൊക്കെ വളർത്തണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? പൈസ കൊടുക്കണം. നമ്മുടെ പഞ്ചായത്തിന് കൊടുക്കണം. പഞ്ചായത്തിനെ അറിയിക്കണം. പിന്നെ കൊമേഴ്ഷ്യൽ വിളകളുടെ ടാക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ചില നാണ്യ വിളകൾ കൃഷി ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? ടാക്സ് കൊടുക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് മെയിൻ ആയിട്ട് നോക്കാനായിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. നന്നായിട്ട്